Prasanna Kumar. It is a matter of great honor and pride for Kala Kairali to have an eminent film personality as our guest of honor this morning, Srimati Sumitra. A big hand, ladies and gentlemen. എഴുപതുകളുടെ തുടക്കത്തിൽ ശ്രീ M.T. വാസുദേവൻ നായർ നിർമാല്യം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് സമ്മാനിച്ച ഈ താരസുന്ദരി ആദ്യ ചിത്രത്തിൽ തന്നെ നാഷണൽ അവാർഡ് കരസ്ഥമാക്കി. മലയാളികളുടെ ഇഷ്ടതാരമായ ഇവർ പിന്നെ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചു. തമിഴ് സിനിമയുടെ കൊടിമുടികൾ കയറിപ്പറ്റിയ ശ്രീമതി സുമിത്ര രജനീകാന്തിൻ്റെയും കമലഹാസൻ്റെയും നായിക പദവി അലങ്കരിച്ചിട്ടുണ്ട്. She has acted in about 250 films in Tamil alone. Srimati Sumitra is married to the famous Kannada director late Shri Rajendra Babu. At present, she is settled in Bangalore with her two daughters, Uma Shankari and Nakshatra. Talented daughters of a talented mother, they are also making a name for themselves in the film field. They have maintained the relationship with the Malayalam film industry. Uma Shankari acted in the film Kuberan along with the superhero Dilip. Nakshatra has acted in the Malayalam movie Vaiduriyam. In the Malayalam movie Safalam, Uma Shankari and Srimati Sumitra acted as mother and daughter. So also in the recently released movie Monai Angane Aanai, that is from real life to real life. The year 2010 saw Sumitra acting as mother to Puneeth Rajkumar, our power hero, and won the award for the best character actress. Srimati Sumitra still continues to be an active part of the entertainment world. Her current movies are Veeram, Singham, and Super. We hope to see her and her daughters in more Malayalam movies, and we at Kala Kairali wish her happiness and success in all her future endeavors. Thank you. I now request Srimati Sumitra to speak a few words to our audience. വേദിയിലിരിക്കുന്ന ശ്രീമാൻ അശോകനവർക്കും ബാക്കി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഈ കേരള സമാജം എന്ന് പറയുന്നത് ഓണം ആഘോഷിക്കാൻ മാത്രമല്ല, ഈ സംഘം കൊണ്ട് പല ഉപകാരങ്ങൾ കുട്ടികളായിട്ടും വലിയവരായിട്ടും എല്ലാവർക്കും ലഭ്യമാവുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 3-4 ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ മെയിൻ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇതുകൊണ്ട് പല ഉപകാരങ്ങൾ, ഇങ്ങനെ ഹോസ്പിറ്റലാവട്ടെ, സ്കൂളുകളാവട്ടെ, വേറെ പലതരത്തിലും ഹാൻഡിക്യാപ്ഡ് ആളുകൾക്ക് അവർക്കും ആവട്ടെ എല്ലാവിധ സൗകര്യങ്ങളും അതിനുള്ള അനുകൂലങ്ങളും ഈ സംഘം കൊണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. വെറുതെ മലയാളികളെല്ലാം ഒത്തുചേർന്ന് സംഘം കൂടുക മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശം. ഇതുകൊണ്ട് പലർക്കും നന്മകൾ നടക്കട്ടെ എന്നുള്ളതാണ് മുഖ്യമായുള്ള ഉദ്ദേശം. നിങ്ങളെല്ലാവരെയും നേരിൽ കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. Thank you. Our next guest of honor is Mr. Ashokan. Mr. P.K. Sayas Babu will be introducing him to the audience. കലാ കൈരളി സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി പ്രിയപ്പെട്ട അശോകനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഏവർക്കും പരിചയമുള്ള നമ്മുടെ പ്രിയങ്കരനായ അശോകനെ പരിചയപ്പെടുത്തുക എന്ന കൃത്യം എന്നെ ഏൽപ്പിച്ച കലാ കൈരളി ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദി പ്രകടിപ്പിച്ചോളട്ടെ. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലെ പെരുവഴി അമ്പലത്തിൽ ഒരു മെയ് മാസ പുലരിയിൽ തിങ്കളാഴ്ച നല്ല ദിവസം കിഴക്കുണരും പക്ഷിയായി തൂവാനത്തുമ്പിയെ പോലെ ഒരിടത്തൊരിടത്ത് ഒരു ഫയൽവാൻ്റെ അടുത്തടുത്ത് മുഖാമുഖം, അനന്തരം സമാഗമവും. അതൊരു കൊച്ചു കഥ.
മൂന്നാം പക്കം ഈ ഈറൻ സന്ധ്യയിൽ ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ അമരത്തായിരുന്നു ഈ പാപ്പി അപ്പച്ചൻ. ഇടവേളയിൽ യവനിക വീണു. ഇൻ ഹരിഹർ നഗറിനടുത്തുള്ള ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ഗോസ്റ്റ് ഹൗസിൽ അഭയം തേടി. അരങ്ങ് തകർത്തു. അപൂർവം ചിലരിൽ എന്നും തലസ്ഥാനത്തായ അശോകൻ നമ്പർ 20 മദ്രാസ് മെയിലിൽ ചെന്നൈ മഹാനഗരത്തിൽ പോയി. അദ്ദേഹത്തിൻ്റെ ഉള്ളടക്കം സ്ഫടികമാണ്. കുടുംബവിശേഷം അദ്ദേഹം 3-ൽ 1. സഹധർമ്മിണി ശ്രീജയും മകൾ കാർത്യായനിയും എന്നും കൂട്ടിനുണ്ട്. ഇന്ന് വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളുടെ പേരുകളാണ്. 100-ലധികം ചിത്രങ്ങളിലും ഒട്ടനവധി സീരിയലുകളിലും തമിഴിലും അദ്ദേഹം അഭിനയിച്ചു. യുവത്വം കൈവിടാതെ എവർഷൈൻ ഹീറോയായി, എവർഗ്രീൻ ഹീറോയായി ഈ അഭിനയ സാമ്രാട്ട് ഒന്നാം തരം ഗായകൻ കൂടിയാണ്. പാതിരാമഴ ഏതോ ഹംസഗീതം പാടി വീണ പൂവിതൾ ഏതോ പിന്നിലാവിൽ അലിഞ്ഞു. മലയാളികളുടെ ചുണ്ടുകളിൽ ഇന്നും ഈ ഗാനം ഒഴുകി നടക്കുന്നു. ജന്മസ്ഥലം ഹരിപ്പാടിനടുത്ത് ചേപ്പാട്. പത്മരാജൻ എന്ന അതുല്യ സംവിധായകൻ അശോകൻ എന്ന നടനെ കണ്ടെത്തി. അശോകൻ അന്നും ഇന്നും എന്നും ചലച്ചിത്ര തപസ്സിലെ ഉജ്ജ്വല താരമായി വിരാജിക്കുന്നു. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ചെറുതായിട്ട് പറയാം. അശോകൻ ഞങ്ങളുടെ ഒരു ബന്ധു കൂടിയാണ്. പരിചയപ്പെടുത്തൽ ഇനിയും അധികം ദീർഘിക്കുന്നില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി ആകാംക്ഷഭരിതരായി കാത്തിരിക്കുകയായിരിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഈ തോമസ് കുട്ടിയെ വിടാൻ അല്ലെങ്കിൽ തോമസ് കുട്ടി വിട്ടോ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പരിചയപ്പെടുത്തൽ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. That was an interesting speech, Mr. Babu. I request Sri Ashokan to speak to the gathering, at the end of which we expect him to give us a song. വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകയും വളരെ സീനിയർ ആക്ട്രസുമായ ശ്രീമതി സുമിത്ര ചേച്ചി, മിസ്റ്റർ പ്രസന്നകുമാർ, മിസ്റ്റർ ശ്യാം, മിസ്റ്റർ ഹരി, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചന്ദ്രശേഖര ബാബു ചേട്ടൻ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു സന്തോഷമുണ്ടെങ്കിലും വളരെ ടെൻഷനുമായിപ്പോയി. അദ്ദേഹം ഒരു നദി പോലെ കാര്യങ്ങളൊക്കെ ഇനി ഒഴുക്കിക്കൊണ്ടുവരിക ചെയ്തത്. വളരെ കലാപരമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. അതിലൊക്കെ വളരെ ആനന്ദമുണ്ട്. ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ വേണ്ടിയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഇത്ര വർഷം 10-15 വർഷം മലയാള സിനിമയിൽ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ടോ ദൈവാധനം കൊണ്ടോ പിടിച്ചേക്കാൻ സാധിച്ചു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതുപോലുള്ള ഓണപ്പരിപാടികളിലും ഒക്കെ സംബന്ധിക്കാൻ എനിക്ക് അവസരവും കിട്ടുന്നു. അത് തന്നെ ഏറ്റവും സന്തോഷം. ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ആഘോഷിക്കാറുള്ളൂ. ചിങ്ങമാസത്തിൽ തിരുവോണം. ഉത്രാടം മുതൽ ഒരു 5-6 ദിവസം വരെ ഓണാഘോഷമാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആഘോഷിക്കുന്നതും അനുഭവിക്കുന്നതും കാണുന്നതൊക്കെ തന്നെ വളരെ സന്തോഷമാണ്. മഹാബലി നാട് വാണിയിടുന്ന സമയത്ത് മനുഷ്യർക്കെല്ലാം ഒരുപോലെ എന്നൊരു ചൊല്ല് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. പക്ഷേ അത് കേരളത്തിലെ സംബന്ധിച്ച് അതങ്ങനെ പറയാൻ സാധിക്കില്ല. കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ ഈ ചൊല്ല് യാഥാർത്ഥ്യമാകുന്നത്. എല്ലാ ദിവസവും ഒരു ചിങ്ങമാസം മുതൽ ഇപ്പോൾ കന്നിയായി തുലാം, വൃശ്ചികം, ക്രിസ്മസ് വരെയും ഓണാഘോഷം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ. അങ്ങനെ ആഘോഷം തന്നെ ഒരു വലിയ മഹത്തായ കാര്യമാണ്. അതിൽ കൂടി നമുക്ക് തോന്നുന്നതും കിട്ടുന്നതും ഒരു കൂട്ടായ്മയും ഒക്കെയാണ്. സന്തോഷത്തിൻ്റെ പ്രതീകമാണോ ഓണം? ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ഓണം. കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്നാണ് ഒരു ചൊല്ല്. അത്
കുറേ സമയത്തേക്ക് വേണ്ടിയാണെങ്കിലും കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയാണെങ്കിലും ആ സന്തോഷം തന്നെയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഓണത്തിന് ഒരുപാട് കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങളിൽ കൂടി നമുക്ക് പഠിക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനും ഓണം പോലുള്ള മഹോത്സവങ്ങൾ കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓണം വന്നു കഴിഞ്ഞാൽ മുൻപുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ ഓർമ്മയിൽ ഓണത്തിന് 10 ദിവസം മുമ്പോ 1 മാസത്തിന് മുമ്പോ ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കും ഏറ്റവും കൂടുതൽ. തിരുവോണം ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓണത്തിൻ്റെ ശക്തി കുറയുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും നമുക്ക് അന്നുണ്ടായിരിക്കുന്ന ഓരോ അനുഭവങ്ങളും വികാരങ്ങളും സന്തോഷങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ, ഇപ്പോഴുള്ള ചെറുപ്പക്കാരെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും സാധാരണ ജനങ്ങളിലുള്ള കുറച്ച് പ്രായം, അതായത് 10-30 വയസ്സിന് ശേഷമുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞാൽ ഓണം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഓരോരോ കളികൾ തന്നെ, ഓണത്തിലുള്ള ഓരോ കളികൾ, ആ കളികൾക്ക് തന്നെ ഓരോ അർത്ഥങ്ങളുണ്ട്. പന്ത് കളിയുണ്ട്, സാറ്റ് കളിയുണ്ട്, കള്ളനും പോലീസുമുണ്ട്, ഇങ്ങനെ ധാരാളം, ഊഞ്ഞാലാട്ടം, തിരുവാതിര കളി, പുലികളി, കരടികളി, കടുവാകളി, ഇതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് മാത്രമല്ല, ഇതിലൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. ജീവിതത്തിൽ ഓരോ കൂട്ടായ്മ, മനസ്സിൻ്റെ ഒത്തൊരുമ, ഓരോ അർത്ഥങ്ങളുണ്ട്. ശരീരത്തിന് ആയാസമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പന്ത് കളി എന്ന് പറയുമ്പോൾ നമ്മൾ ഓണം വന്നു കഴിഞ്ഞാൽ പിന്നെ നേരം വെളുത്താൽ വൈകുന്നേരം വരെ കളിയാണ്. അതിൽ ശരീരത്തിലൊരു അധ്വാനം കൂടിയാണ്. ബുദ്ധിപരമായ കാര്യങ്ങളുണ്ട്. ഓലം മെടഞ്ഞ് പന്തുണ്ടാക്കുമായിരുന്നു നമ്മൾ. പിന്നീട് റബ്ബർ പന്തുകളും പ്ലാസ്റ്റിക് പന്തുകളൊക്കെ ധാരാളം ഇറങ്ങുന്നുണ്ട്. അന്ന് അത്രയും കുറേ വർഷങ്ങൾക്ക് മുന്നും അത്രയും ഇറങ്ങിയിരുന്നില്ല. ഇപ്പോൾ ഒന്നിനും ബുദ്ധിമുട്ടില്ല. എന്ത് കാര്യങ്ങളും നമുക്ക് വില കൊടുത്താൽ കിട്ടും. അച്ഛനും അമ്മയെ പോലും കാശ് കൊടുത്താൽ കിട്ടുന്നൊരു കാലമാണ്. അന്ന് പക്ഷേ ഇതിനൊക്കെ ഒരു പ്രത്യേകത മനുഷ്യൻ കൊടുത്തിരുന്നു. ഓലം പിടഞ്ഞ് തെങ്ങിൻ്റെ വെള്ളയ്ക്ക എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ആദ്യത്തെ തുടക്കം, ആ ചെറിയ വെള്ളയ്ക്ക വെച്ച് ഓല അതിൽ വെച്ച് മെടഞ്ഞ് പന്ത് കളിക്കും. ഒരു 12 പന്ത് കളി തന്നെ ഉണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിപരമായിട്ടും ശരീരത്തിന് ആരോഗ്യവും ഒരു വ്യായാമം ഒക്കെ ഇത് കിട്ടും എന്നുള്ളത് വേറൊരു സത്യമാണ്. പുലികളി രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ, രാത്രി വരെ പുലികളിയാണ്. അതിനും ആയാസമാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു നന്മയും തിന്മയുണ്ട്. പുലികളിക്ക് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പുലി കളിക്കുന്നവർ വന്ന് പുലിയെ വെടിവെക്കുന്നു, സായിപ്പ് വെടിവെക്കുന്നു. സായിപ്പ് വെടിവെച്ച് പുലി വെടിവെക്കുന്നതോടി അവിടുത്തെ ആ കളി കഴിയുകയാണ്. അപ്പം വന്യമൃഗങ്ങളെക്കുറിച്ചുള്ളൊരു ഭയം അതിനകത്തുണ്ട്. അതിനെ സംഗീതവും നൃത്തവും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കലാരൂപമാണ് തിരുവാതിര. ഇന്ന് ഒരു സ്ഥലങ്ങളിൽ പോലും കാണാറില്ല. കേരളത്തിൽ തീരെ ഇല്ല. അതുപോലെ തന്നെ ഊഞ്ഞാലാടുന്ന വളരെ രസകരമായ കാര്യമാണ്. കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും ഏറ്റവും ആനന്ദം പകരുന്നൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ ഊഞ്ഞാലുണ്ടാക്കുന്നു, തിരുവാതിരകൾ നടക്കുന്നു, കള്ളനും പോലീസും കളിക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം ഒരിടത്തുമില്ല. ഇന്ന് ഓണം വന്നാൽ എല്ലാവരും ഓണമാണെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മുമ്പിൽ കയറുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുക. ഇതിനപ്പുറം ഒരു ഓണം നമുക്കില്ല. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയെ സംബന്ധിച്ച് ഓണത്തിൻ്റെ മഹത്വങ്ങളും കാര്യങ്ങളൊന്നും മുതിർന്നവർ അവർക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നുള്ള ദയനീയമായ ഒരു സത്യമാണ്. നമുക്ക് അതിൽ ദുഃഖിക്കാനേ സാധിക്കുകയുള്ളൂ. പേരൻസ് അതിൻ്റെ മുഖ്യ കാരണക്കാർ, പേരൻസിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് ഓണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കൊടുക്കുക ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം നേരത്തെയുള്ള ഈ നമ്മുടെ സംഘാടകരിൽ തന്നെ ആൾക്കാർ പറഞ്ഞു, ഓണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒരുപാട് ഗുണങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പാവങ്ങൾക്കൊക്കെയുള്ള, നമ്മളിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രയോജനങ്ങൾ, ഗുണങ്ങൾ ഈ ഓണാഘോഷം മൂലം ചെയ്തു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമൊരു കാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ, ഈ കളികൾക്കും മറ്റുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പം അന്യദേശത്ത് താമസിക്കുന്ന പ്രവാസികളായ മലയാളികൾ ചെയ്യേണ്ട എൻ്റെ ഒരു അഭിപ്രായമാണ്, ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഓണം ആഘോഷിക്കുന്ന കൂട്ടത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള കളികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മലയാളികളുടെ ഒരു കൂട്ടമായ ഒരു സംരംഭം അവരൊന്നിച്ച് ചേർന്ന് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഓണത്തിന് വേണ്ടിയുള്ള പ്രത്യേക പഠനങ്ങളും മറ്റ് കളികളും ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിസ്സാരമാണ്. നമ്മളതുപോലുള്ള ഈ ഒരു ചടങ്ങുകൾ കൂടി, ഓണാഘോഷം എന്നുള്ള ചടങ്ങുകൾ കൂടി മാത്രം തീർക്കാൻ സാധിക്കില്ല. ഇപ്പം ഇന്ന് കലാപരിപാടികളുടെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഇന്ന് പിരിയുകയാണ്. ഇനിയുള്ള ഓണങ്ങൾ എല്ലാ വർഷവും വരുന്നുണ്ട്. ഇനിയുണ്ട് 2 മാസം സംസ്ഥാനങ്ങളിലൊക്കെ, കേരളം ഒഴിച്ച സംസ്ഥാനങ്ങളിലൊക്കെ ഓണമുണ്ട്. അത് കൊച്ചുകുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാം കൂടെ സന്തോഷിക്കാൻ വേണ്ടി ഒരു ക്ലബ്ബ്, ഒരു ബിൽഡിങ്, കുറച്ച് സ്ഥലം
അതിലുള്ള ആഘോഷ കമ്മിറ്റികൾ, അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ, ഓഫീസുകൾ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു ഓണത്തിൻ്റെ ആ ഒരു മൂടുണ്ടാക്കാനും അതുമൂലം ഒരുപാട് സാംസ്കാരിക കാര്യങ്ങൾ പ്രവർത്തിക്കാനും എല്ലാ വർഷവും അതുകൊണ്ട് കൂടുതൽ പ്രവർത്തിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും വിപുലീകരിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഒരു സത്യം. അല്ലെങ്കിൽ ഓണം ഇതുപോലെ ചടങ്ങുകൾ കൂടി മാത്രം 1-2 മണിക്കൂറുകൾ കൊണ്ട് അത് ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ശ്രമിക്കണം. ഇത്രയും ലക്ഷക്കണക്കിന് മലയാളികൾ തമിഴ്നാട് ഉൾപ്പെടെ ഇവിടെയും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ധാരാളം ലക്ഷക്കണക്കിന് ആൾക്കാർ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് മലയാളികൾ ഇതിൻ്റെ ഒരു വളരെ ചെറിയൊരു അംശം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വിപുലീകരിക്കാൻ സാധിക്കും. നമ്മുടെ ഇതുപോലെ മഹോത്സവങ്ങൾ കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന ഗുണം പാവങ്ങൾക്കും ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ധാരാളം ഗുണങ്ങളാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ആ ഓണം വീണ്ടും നിലനിൽക്കാനും ഒക്കെ അതുകൊണ്ടൊരു വലിയ അവസരങ്ങളുണ്ടാകുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷിക്കാനും പുതിയ തലമുറയ്ക്കത് ഓണത്തെക്കുറിച്ച് പകർന്നു കൊടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസമൊക്കെ. എന്തെങ്കിലും നന്മകൾ, എന്തെങ്കിലും ഭാവി തലമുറയ്ക്ക് ഈ ഒരു ഓർമ്മ ഉണ്ടാക്കുക. അല്ലെ കാലക്രമേണ ഇത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഓണം എന്നുള്ളൊരു സ്വപ്നം മാത്രമായി പോകും. അതില്ലാതെ നിലനിർത്താൻ വേണ്ടി ഉള്ളൊരു കാര്യം വളരെ ചെറിയ കാര്യമാണ്. നിസ്സാരമായ ഒരു എല്ലാവരും ചേർന്ന് പല തുള്ളി പെരുവെള്ളം എന്നല്ലേ പറയുന്നത്. അതിലേക്ക് കുറച്ച് പേർ ചേർന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ നിസ്സാരമായിട്ട് സാധിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക എന്നൊക്കെയാണ് എൻ്റെ ഈ വളരെ ചുരുങ്ങിയ എൻ്റെ ചെറിയ അറിവിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളും നിങ്ങളോട് പറയാനുള്ളതും. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ എത്തിയതിലൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ പ്രസന്നകുമാർ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇത് വരണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും വരാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ അടുത്ത 2-3 ദിവസങ്ങൾക്ക് വരെ ഉണ്ടായിരുന്നത്. അത് ഭാഗ്യവശാൽ സാധിച്ചു. വളരെ സന്തോഷകരമായി എല്ലാവരെയും കണ്ടു. കലാപരിപാടി ബാക്കി നടക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച അതിൻ്റെ സംഘാടകർക്ക് എല്ലാം തന്നെ അവരോട് നന്ദിയുണ്ട്. കുറേ സമയം ചെലവഴിക്കാനും കുറച്ച് സമയം പങ്കെടുക്കാനും ഇതൊക്കെ കാണാനും ഇവിടെ നല്ല ചെണ്ടമേളങ്ങളെ കണ്ടു. അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു. നൃത്തങ്ങൾ കണ്ടു, എല്ലാം മനോഹരമായിരുന്നു. ഇവിടെ കൊണ്ടുവരാൻ പ്രധാന കാരണക്കാരൻ ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് ബാബുചേട്ടനോടാണ്. ബാബുചേട്ടൻ മുഖാന്തരമാണ് ഞാനിവിടെ എത്തിയതും. അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുകയാണ്. എന്തായാലും വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലൊരു ചടങ്ങുകൾ കാണാം എന്ന് ഞാൻ ആശിച്ചുകൊണ്ട് എല്ലാവർക്കും വീണ്ടും ഒരുപാട് പ്രാവശ്യം ഓരോ വർഷവും ധാരാളം ഓണങ്ങൾ കാണട്ടെ, ആഘോഷിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാട്ട് പാടണമെന്ന് ആദ്യമേ പറഞ്ഞ് എന്നെ ഞാൻ കൊന്നു. 4 വരി പറയുന്നു, അത് മതിയെന്ന് പറയുന്നു. അത് പോരാന്നും പറയുന്നു. അറിയാവുന്ന പോലൊക്കെ പാടാം. ഓണത്തെക്കുറിച്ച് തന്നെ ആയിക്കോട്ടെ അല്ലേ? പാതിരാമഴയോ? പക്ഷേ ഓണമായിട്ട് ബന്ധമില്ല. അത് മതിയോ? പാതിരാമഴയേതോ ഹംസഗീതം പാടി നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ ഹംസഗീതം പാടി. Thank you very much, Mr. Ashokan. Now, for the introduction of our guest of honor, Mr. N.M. Giri, I call upon the Treasurer, Mr. Shyam Kumar, to the stage, please. Most of the people in Sanjay Nagar really does not need Mr. Giri's introduction, because most of us in most of the festival days wake up with an SMS
which comes from his name. Mr. Giri, an entrepreneur, politician, and one of the best human beings who believes and lives in charity. I welcome you, Mr. Giri. Giri was part of the political system in our ward for so many years. He has contested elections, unfortunately lost by a few votes, I think less than 100, if I remember right. And I'm sure he will come back with the vigor this year or in the coming elections very soon. Mr. Giri runs a huge network organization which supports the internet and network requirements of many big corporates in Bangalore. Giri is very close to many of the leading politicians in Bangalore, through whom he ensures that the poor and the underprivileged get what they want at the right time. Mr. Giri has been our patron, he has been our well-wisher, he has been part of Kalakarli for many years. There was not even a year when he has not helped us being part of here. And he ensured that he comes and have the sadhya at least. So it was an honor to invite him on the stage this time and to be available here at this time. Thank you, Mr. Giri, for coming. And we wish you can speak 2 words. Giri said he will not speak, but I am still requesting. Good afternoon to everyone. It's my pleasure to join here. This is the 3rd or 4th year I'm continuously joining here. So I am also become a part of your Kalakarli Onam. So I requested Sham, boss, instead of morning, I would like to come and join in the afternoon because I love the food, the Onam food. So it's once again, great pleasure to join along with all of you and enjoy the delicious food of Onams. Thank you very much. Definitely, every year, let us celebrate like this in our area, the locality, everyone. We all are with you. We will join and we will celebrate. Thank you. Mr. Gopakumar will be presenting him with a bouquet. Excellence Award. This award is given to the child who has scored the highest mark in the 10th and 12th standards respectively in CBSE, ICSE and the State Board. This year, we have Ms. Sanjana K. I request the children to please come over to the stage. Ms. Sanjana, daughter of Krishna Kumar Ji, who's a life member of Kalakarli Association. She's got the highest mark in the PU board exam. Sanjana K. I request Mr. Giri to please do the honors. Sanjana K. Now, I call on Nikita Mariam Babu, daughter of Babu Chandi, another one of our life members, Ms. Nikita Mariam Babu. Nikita? Mr. Ashokan is doing us the honors. The next child is Akshita Suresh, daughter of Suresh KV. She is again a topper in the 10th CBSE. Akshita Suresh. Harita VA, daughter of Ajit Kumar VK, 10th standard ICSE. Harita VA. Thank you, Mr. Ashoka. Results of the much-awaited Pookala Malsaram. A tough competition it was indeed. It gave the judges a run for their, brains. This year, we had 5 participants. Any guesses? I hope everybody saw the Pookalam. Yeah. Okay. In the 3rd place, we have
Team D. We have Team D, Surya Prakash and team. Surya Prakash, can you please come over to the stage? Surya Prakash. Give them a big hand, ladies and gentlemen. The second place comes Shanti, Vinod and team. You can give it to her. You can give it to her. Okay. So here comes the winners, Venu and team. Venu and team. Yes, please. Not to miss our joint secretary, Haridasan. The winning team always. ഫ്രെയിമിൽ വരണ്ടേ? Thank you very much. Yeah. Thank you, Ryan. Mrs. Indu Rajaram and Mrs. Ambika Mohandas. Can we please have the Pukla judges on the stage? Dr. Sini Narayan, Mrs. Ambika Mohandas. That was Sini, Dr. Sini. And now we have Ambika. Please give them a big hand. They also had a tough time this morning. It is with great pride we at Kalakairli is honoring a prominent and active member who has held various posts in the association like president, treasurer, etc. Mr. V. Velayathan. Ladies and gentlemen, a very big hand for Velayathan uncle. Thank you. Will now give us the vote of thanks. Over to Shyam Kumar. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ അതിഥികളെ, അങ്ങനെ ഇക്കൊല്ലത്തെ ഓണാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ചടങ്ങുകളുടെ അവസാനമെത്തിയിരിക്കുകയാണ്. I will say that this was one of the best organized, most struggled activity this year. And I'm sure we have shown results. We had some of the best privileged guests coming this time, and we have one of the best programs aligned. ഇക്കൊല്ലത്തെ ഏറ്റവും സന്തോഷകരമായ കാര്യം പ്രസന്നൻ പറഞ്ഞതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആൻഡ് ഓഫ് കോഴ്സ് ഐ ആം ദ ബോൾഡ് കമ്മിറ്റി ഉണ്ടായി. അത് കാരണം ചെറുപ്പക്കാരുടെയും പ്രായം ചെന്നവരുടെയും എക്സ്പീരിയൻസും ചെറുപ്പക്കാരുടെ വിഗറും എല്ലാം ഇവിടെ കാണാൻ കഴിയുകയുണ്ടായി. സോ ഐ താങ്ക് everybody who's worked hard, everybody who has contributed to make this function a huge success. Thank you all. ഇന്ന് നമ്മുടെ സ്വന്തം നേതാവ് Mr. Giri, who was here. I thank you, Mr. Giri, for coming and being part of the show from the day one. Thank you so much. എത്ര പേർക്ക് അറിയുന്നറിയില്ല, മാഡം സുമിത്ര ഈസ് ഓൾസോ ഫ്രം സഞ്ജയ് നഗർ, ആൻഡ് ഷി ഹാസ് ബീൻ പാർട്ട് ഓഫ് സഞ്ജയ് നഗർ ഫ്രറ്റേണിറ്റി ഫോർ ലോങ്. പഴയ കാലം മുതൽ പുതിയ കാലം വരെ ഉള്ള ഹീറോയിൻസിൻ്റെ കൂടെ അഭിനയിച്ച് നമ്മൾക്കെല്ലാം വളരെ സുപരിചിതമായ സുമിത്ര ചേച്ചി വന്നതിലും ഇവിടെ വന്ന് രണ്ട് വാക്ക് പറഞ്ഞതിലും ഞങ്ങളുടെ കൂടെ ചേർന്നതിലും വളരെയേറെ നന്ദി. താങ്ക് യു മാഡം, താങ്ക് യു ഫോർ കമ്മിങ്.
മിസ്റ്റർ അശോകൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്നായിരുന്നു, പക്ഷേ he ensured that he came straight. Actually, he was actually here for another program by Samajam where Mr. Achyutanandan and others are there. And he ensured that from the airport he came here for us and he was part of the show. I thank you, Mr. Ashokan, and thanks for coming down. നമ്മുടെ പ്രിയ മന്ത്രി മിസ്റ്റർ ഗൗഡ